വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ നമുക്ക് അവസരം ലഭിച്ചല്ലോ. 10-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യമാണ് ഇന്നത്തേക്ക് ദൈവം നമുക്ക് തരുന്നത്. ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും ദൈവം കണക്ക് ചോദിക്കയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിന്? അങ്ങനെ പറയുന്നവരുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒത്തിരി പേര് ഇത് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ട്. ദൈവത്തെ നിന്ദിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ എന്നെ കാണുമ്പോൾ നിന്ദിക്കുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. അവരുടെ വാക്കുകളിൽ, അവരുടെ ചിന്തകളിൽ, പ്രവൃത്തികളിൽ അവർ ദൈവത്തെ നിന്ദിക്കുകയാണ്. ദൈവത്തെ നിന്ദിക്കുന്നവർ എന്ന കൂട്ടത്തിൽ നിങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചില തെളിവുകൾ പറയാം. ദൈവം എന്നെയും എൻ്റെ പ്രവൃത്തികളെയും, എൻ്റെ വാക്കുകളെയും എൻ്റെ പ്രവൃത്തികളെയും കാണുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും ദൈവത്തിന് ഹിതമല്ലാത്ത നിലയിൽ പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവ നിന്ദയല്ലേ? ദൈവ വേലക്കാർ എന്ന പേരിൽ പ്രതിഫലം വാങ്ങുകയും സ്ഥാനമാനങ്ങൾ അണിയുകയും ചെയ്തുകൊണ്ട് ദൈവസ്നേഹമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ അത് ദൈവനിന്ദയല്ലേ? ജീവിതത്തിൽ നന്മ വരുമ്പോൾ അഹങ്കരിക്കുന്നത് ദൈവനിന്ദയല്ലേ? കഷ്ടകാലം വരുമ്പോൾ ദൈവത്തെ കുറ്റം പറയുന്നത് ദൈവനിന്ദയല്ലേ? ദൈവത്തെ മറന്ന് ജീവിക്കുന്നത് ദൈവനിന്ദയല്ലേ? സങ്കീർത്തനം എഴുതുന്ന ദാവീദ് വേദനയോടെ ചോദിക്കുക, എന്താ ഈ മനുഷ്യരിങ്ങനെ ചെയ്യുന്നേ? ദൈവം കണക്ക് ചോദിക്കയില്ല എന്ന് അവർ തങ്ങളുടെ ഉള്ളിൽ പറയുന്നു. എന്താ ഇങ്ങനെ പറയുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അതെ, അങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കും? ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന സർവശക്തനായ നീതിമാനായ ദൈവം, ആ ദൈവത്തെ നിന്ദിക്കാൻ എങ്ങനെ കഴിയും? എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ നന്മയാണ് നാം കാണുന്നത്. ചില സമയത്ത് നമുക്ക് സങ്കടം വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാന്നേ. ദൈവത്തെ നിന്ദിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ഈ മനുഷ്യൻ സങ്കടത്തോടെ ചോദിക്കുകയാണ്. പക്ഷെ ചോദിച്ചല്പം മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ ബോധ്യമായി. ദൈവം അത് കണ്ടിരിക്കുന്നു. തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരു പോസിറ്റീവ് തോട്ട്സ് അല്ല ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് തോന്നിയേക്കാം. പക്ഷെ പറയുകയാണ്, അതിനകത്തും ഒരു പോസിറ്റീവ് തോട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? അത് ആ വാക്യത്തിന് താഴെ എഴുതിയിട്ടുണ്ട്. അഗതി സ്വയം അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അടുത്തത്, അനാഥൻ അവിടുന്ന് സഹായി ആകുന്നു. അതായത് ഹെൽപ്ലെസ് ആയിട്ടുള്ള മനുഷ്യർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ, അവരോടൊരു ദൂത്, അവർക്കൊരു സന്തോഷം തരുന്ന കാര്യം പറയുക. ദൈവത്തെ നിന്ദിക്കുന്നവരെ ദൈവം കാണുന്നുണ്ട്. ദൈവം കാണുന്നില്ല എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ ദൈവം കാണുന്നുണ്ട്. എനിക്ക് ഒരു പരിധി വിട്ട് പറയാനൊക്കത്തില്ല. എനിക്ക് അടുത്തറിയാവുന്ന കാര്യങ്ങൾ പറയാം. പക്ഷേ അത് ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിലും എന്നോർത്ത് പറയാത്തതാണ്. എങ്ങനെ ഇവർക്കിങ്ങനെ ദൈവഭയമില്ലാതെ പറയാൻ പറ്റും? എങ്ങനെ ഇങ്ങനെ ദൈവഭയമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റും? ഞാൻ ഇച്ചിരിയുടെ ഉള്ളിലോട്ട് കയറി പറയാം. പുറമേ ഒന്ന് പറയുകയും ദൈവസഭയിൽ എഴുന്നേറ്റ് നിന്ന് മറ്റൊന്ന് പറയുകയും ചെയ്യുക. എങ്ങനെ സാധിക്കും? ഭോഷ്ക് പറയുന്നത് നേരിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്.
എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നത്? ദൈവം കാണുന്നില്ല എന്ന് ധരിക്കുന്നു. അതാണ് നമ്മൾ വായിച്ചത്. ദൈവം കണക്ക് ചോദിക്കയില്ല എന്ന് അവരിങ്ങനെ പറയുകയാണ്. ദൈവഭക്തന്മാരായവരും മനസ്സിലാക്കണം, ദൈവത്തിന് വെള്ളെഴുത്ത് കണ്ണാടിയുടെ ആവശ്യമില്ല. ദൈവത്തിന് ലെൻസ് വേണ്ട. കഴുകൻ ദൂരെ നിന്ന് എലികൾ നടക്കുന്നത് കാണുന്നുണ്ട്, മുയലുകൾ നടക്കുന്നത് കാണുന്നുണ്ട്. റോക്കറ്റ് പോലെ വന്ന് അതിനെ എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് അതറിയുന്നത്, ഏതാ മുയലറിയുന്നത്. ഈ കഴുകനെ നിർമ്മിച്ച ദൈവം കണ്ണാടിയൊന്നും വെക്കണ്ട, ഇയർഫോണൊന്നും വെക്കണ്ട. ഇവിടെ ഒരാൾ ചങ്കിടിച്ചാൽ അറിയും. അതിനകത്തൊരു നല്ല സന്ദേശം ഇല്ലേ? നിന്റെ വേദനയും നിന്റെ നെടുവീർപ്പും നിന്റെ പ്രഷറും ദൈവം അറിയുന്നു. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടാം, വിശ്വസിക്കാം, ആശ്രയിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.